മസ്തകമാണ് മസ്തകമാ. തലയെടുപ്പ് നോക്കൂ, തലയെടുപ്പ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആന, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ തലയെടുപ്പമുള്ള ഒരു ഏക്കമുള്ള ആനത പുറത്തേക്ക് ഇറങ്ങി വരുന്നു. രാമൻ, രാമേട്ടൻ, രാമേട്ട എന്നുള്ള ഇവിടെയുള്ള വലിയ വിളികൾ, ഇവിടെയുള്ള വലിയ ആർപ്പുളികൾ ഉയരുന്നുണ്ട്. തെക്കേ ഗോപുരങ്ങളുടെ വാതിലിന് പുറത്തേക്ക് സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെവിയാട്ടിക്കൊണ്ട് എഴുന്നള്ളുകയാണ് സർവ്വലക്ഷണങ്ങളുള്ള ഗജരാജ പ്രമുഖൻ, ഏകഛത്രാധിപതി രാമരാജാവ്. പുറത്തേക്ക് ഇറങ്ങാണ്. വേണമെങ്കിൽ ലെജൻഡ് എന്ന് വിളിക്കാം, വേണമെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഓൾ ടൈംസ് ഗോഡ് എന്ന് വിളിക്കാം. ക്രിക്കറ്റിലത് സച്ചിനാണെങ്കിൽ, ഫുട്ബോളിലത് മെസ്സി ആണെങ്കിൽ, ആനകളിൽ അത് ഒരേ ഒരാൾ, അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഒരേ ഒരു പേര് രാമൻ, ഒരേ ഒരു പേര് രാമൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. അവിടെ തെക്കേ ഗോപുരത്തിലേക്ക് പുറത്തേക്ക് രാമൻ. നൂറുകണക്കിന് ആളുകൾ കാണാൻ കാത്തിരുന്ന കാഴ്ച. രാമൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരെ സല്യൂട്ട് ചെയ്യുന്ന, അവരെ 3 തവണ തുമ്പിക്കൈകൾക്ക് അഭിവാദം ചെയ്യുന്ന കാഴ്ച. ആ തുമ്പിക്കയത്തുള്ള അഭിവാദ്യത്തിൽ ഇവിടെ ആളുകൾ അലിഞ്ഞു ചേരും. രാമവികാരത്തിലും ആളുകൾ അലിഞ്ഞു ചേരും. ഇവിടെ ആളുകൾ ചിലപ്പോൾ വിതുമ്പിക്കരയും. ഇവിടെ ആളുകൾ ചിലപ്പോൾ അത്രത്തോളം ഹൃദയവികാരത്തോട്, ഹൃദയവായ്പോടുകൂടി രാമനെ അത്രയും സ്നേഹത്തോടുകൂടി നോക്കി നിൽക്കും. രാമേട്ട, രാമേട്ട എന്നുള്ള വിളികൾ പൂരപ്പറമ്പിൽ വിഴിയുന്നൂടെ രാമാക്കി ചെയ്യുന്ന മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടു. എത്രത്തോളം ഒരു ആനയ്ക്ക് നാട് നൽകുന്ന സ്നേഹം, അത് അത്ഭുതകരമാണ്, വിസ്മയമാണ്. ആനയ്ക്ക് അത്രത്തോളം ഒരു എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയോ, സ്വന്തം ഒരു കൂടപ്പുറപ്പിനെ പോലെയോ, മക്കളെ പോലെയോ, അല്ലെങ്കിൽ എന്താണ് പിതൃസ്ഥാനത്തോ മാതൃസ്ഥാനത്തോ ഒക്കെ കാണുന്ന ഒരുപാട് മനുഷ്യന്മാർ. നമ്മൾ അത് പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല ആ വികാരം. പക്ഷേ ആന, ഈ തെച്ചിക്കോട്ടുകാവ് രാമൻ, അതൊരു വികാരമാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവാത്ത, നേരിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാവുന്ന ഒരു വികാരമാണ്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോഡ് എന്ന് വിളിക്കാവുന്ന ആന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അപ്പുറത്തേക്ക് അത് ഇറങ്ങി വരുന്നു. ആനയ്ക്ക് മുകളിൽ 3 പാപ്പാമാർ, ചെമ്പുക്ക ഭഗവതിയുടെ തിടമ്പേറ്റിയ ആന ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുന്നു.